മറ്റുള്ളവർ നമ്മെ ഓർക്കുന്നു എന്നറിയുന്നത് എത്ര പ്രോത്സാഹജനകമാണല്ലേ. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും നമ്മെ കാണുവാൻ വരുമ്പോൾ ഒരു സമ്മാനം കൊണ്ടുവരുന്നത് നമുക്ക് വലിയ ഇഷ്ടമായി തോന്നുന്നത്. ചിലപ്പോൾ കൊണ്ടുവരുന്ന സാധനത്തിന് നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിലയും കാണില്ല. നമ്മുടെ സന്തോഷം അവർ നമ്മെ ഓർത്തല്ലോ എന്നതാണ്. അതേസമയം തന്നെ നമ്മെ ആരെങ്കിലും മറന്നു എന്ന തോന്നൽ എത്ര വേദനാജനകവുമാണ്. അതും നാം സഹായിച്ചിട്ടുള്ള ആരെങ്കിലും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പലരുടെയും മുഖം വന്നില്ലേ? കാരാഗ്രഹത്തിൽ കിടന്ന യോസഫ് വളരെ പ്രതീക്ഷയോടെ ഫറവോൻ്റെ പാനപാത്രവാഹകനോടും അപ്പക്കാരനോടും ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചു. അവരോ അവനെ മറന്നു. എന്നാൽ ദൈവം യോസഫിനോട് കൂടെയിരുന്നു. ഈ അതിമഹത്തായ ദൂത് നമുക്കിന്ന് പഠിക്കാം. ഇന്നത്തെ ജീവസന്ദേശത്തിൽ അതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം വരെയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നാം 40 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോസഫിന്റെ അനുഭവങ്ങളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ആകപ്പാടെ ഒരു നീക്കമില്ലാത്ത അന്തരീക്ഷം. ഇവിടെയും നാം യോസഫിനെ കാരാഗ്രഹത്തിൽ തന്നെയാണ് കാണുന്നത്. 40 അധ്യായത്തിൽ ഫറവോന്റെ പാനപാത്രവാഹകരുടെ പ്രമാണിയുടെ നന്ദികേട് മൂലം യോസഫ് കാരാഗ്രഹത്തിൽ തന്നെ താമസിക്കുകയാണ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഒരുപക്ഷെ അറിയാതെ തന്നെ നാം ചോദിച്ചെന്നിരിക്കും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതെല്ലാം യോസഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് നിറവേറുകയായിരുന്നു. ഈ 40 അധ്യായം പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. 37 അധ്യായം നാം പഠിച്ചപ്പോൾ ഞാൻ ചെയ്ത ആ പ്രസ്താവനയെങ്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്നുകൂടി ഞാൻ ക്ഷണിക്കട്ടെ. അതായത്, ക്രിസ്തുവിന്റെ ആളത്വത്തിലും അനുഭവങ്ങളിലും യോസഫിനെ പോലെ സാമ്യമുള്ള മറ്റൊരു വ്യക്തിയും തിരുവചനത്തിലില്ല. 37 അധ്യായത്തിൽ തന്നെ യോസഫും യേശുക്രിസ്തുവും തമ്മിലുള്ള ചില സാമ്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയുണ്ടായി. ഇപ്പോൾ നാം യോസഫിന്റെ ജീവിതത്തിൽ വളരെ മുൻപോട്ട് വന്നിരിക്കുകയാണല്ലോ. നമുക്കിവിടെ ചില സാമ്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ചിലത് എന്ന് ഞാൻ പറയുമ്പോൾ ഏതാണ്ട് 20ഓളമുണ്ട്. ഞാൻ പെട്ടെന്നതൊന്ന് പറയാം. ഒന്ന്, യോസഫിനെ തന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയച്ചു. യേശുക്രിസ്തുവിനെയും തന്റെ സഹോദരന്മാരുടെ അടുത്തേക്കാണ് അയച്ചത്. അതെ, ഇസ്രായേൽ ഗൃഹത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക്. 2, ഒരു കാരണവുമില്ലാതെ യോസഫിനെ തന്റെ സഹോദരന്മാർ വെറുത്തു. തന്നെക്കുറിച്ച് തന്നെ യേശു കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു കാരണവും കൂടാതെ അവരെന്നെ പകച്ചു എന്ന്. 3, തന്റെ സ്വന്തം സഹോദരങ്ങൾ യോസഫിനെ വിറ്റു. തന്റെ സ്വന്തം സഹോദരങ്ങളിൽ ഒരാൾ യേശു കർത്താവിനെയും വിറ്റു. 4, യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റെങ്കിൽ കർത്താവായ യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. യേശുവിനെ കൊല്ലുവാനും തന്റെ സഹോദരന്മാരാണ് ക്രമീകരണം ചെയ്തത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് നാം വായിക്കുന്നു. 6, യോസഫിനെ ഒരു പൊട്ടക്കുഴിയിലിട്ടു. അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു മരണത്തിന്റെ സ്ഥാനമായിരുന്നു. യേശു കർത്താവിനെ ക്രൂശിക്കുകയുണ്ടായി. 7, യോസഫിനെ ആ കുഴിയിൽ നിന്നും കരയ്ക്ക് കയറ്റി. യേശു കർത്താവ് മരിച്ചവരിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് സമമാണത്. 8, യോസഫ് തന്റെ പിതാവിനെ അനുസരിച്ചു. യേശു കർത്താവും തന്റെ പിതാവിനെ അനുസരിച്ചു. അതുകൊണ്ട് അവന് പറയുവാൻ കഴിഞ്ഞത് പിതാവിന് പ്രസാദമുള്ള പ്രവൃത്തി താൻ എപ്പോഴും ചെയ്തു എന്നത്രേ. 9, തന്റെ സഹോദരന്മാരെ അന്വേഷിക്കുവാനാണ് യോസഫിന്റെ പിതാവ് അവനെ അയച്ചത്. തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ പിതാവിന്റെ ഹിതം ചെയ്യുവാനാണ് അവൻ വന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. 10, യോസഫിനെ അവന്റെ സഹോദരന്മാർ കളിയാക്കി. അവൻ വരുന്നത് അകലെ നിന്ന് കണ്ട സഹോദരന്മാർ പറഞ്ഞത് സ്വപ്നക്കാരൻ വരുന്നു എന്നത്രേ. കർത്താവിനെ തന്റെ സഹോദരന്മാർ ആക്ഷേപിച്ചു. അവൻ ക്രൂശിലായിരുന്നപ്പോൾ തന്നെ അവർ പരിഹസിച്ചു പറഞ്ഞത്, അവൻ ക്രിസ്തു ആകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് താഴെ ഇറങ്ങി വരട്ടെ എന്നാണ്. 11, യോസഫിനെ അംഗീകരിക്കുവാൻ അവന്റെ സഹോദരന്മാർ വിസമ്മതിച്ചു. ക്രിസ്തുവിന്റെ സഹോദരന്മാർ, അതെ യഹൂദന്മാർ, യേശുവിനെ അംഗീകരിക്കുവാൻ കൂട്ടാക്കിയില്ല. 12, യോസഫിനെ കൊല്ലുവാൻ അവർ കൂടിയാലോചിച്ചു. യേശു കർത്താവിനെ കൊല്ലുവാനും തന്റെ സഹോദരന്മാർ കൂടിയാലോചനകൾ നടത്തിയതായി നാം കാണുന്നു. 13, രക്തം ഇറ്റിറ്റു വീഴുന്ന വിധത്തിൽ യോസഫിന്റെ അങ്കി അവർ പിതാവിന്റെ അടുത്തെത്തിച്ചു.
അവർ യേശു കർത്താവിൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്ന് നാം വായിക്കുന്നു. 14 മിസ്രൈമിലേക്ക് വിൽക്കപ്പെട്ടതിന് ശേഷം യോസഫിനെ അനേക വർഷത്തേക്ക് കണ്ടിട്ടില്ല. ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് താൻ തിരികെ വരുന്നതുവരെ അവർ അവനെ കാണുകയില്ല എന്നത്രേ. 15 ലോകവും ജഡവും പിശാചും യോസഫിനെ പരീക്ഷിച്ചു, എന്നാൽ അവൻ എതിർത്തു നിന്നു. യേശു കർത്താവും ലോകത്താലും ജഡത്താലും പിശാചിനാലും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ വിജയം വരിച്ചത് അവൻ തന്നെയാണ്. 16 ഭൗമിക അർത്ഥത്തിൽ ആ കാലയളവിലെ ലോകത്തിന്റെ രക്ഷകനായി യോസഫിനെ കാണാവുന്നതാണ്. അവൻ ലോകത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ചുവല്ലോ. എന്നാൽ എല്ലാ അർത്ഥത്തിലും ക്രിസ്തു സർവ്വലോകത്തിന്റെയും രക്ഷകനാണ്. 17 യോസഫ് തന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട് ജാതികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവന് തന്നെ തന്നെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അവനെ അന്യായമായി കുറ്റപ്പെടുത്തി. ക്രിസ്തുവിനെയും തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ മതനേതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ അവനെ ജാതികളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അവൻ നിഷ്കളങ്കനായിരുന്നു. 18 ക്രിസ്തുവിന് നേരെ അവന്റെ ശത്രുക്കൾ ഉയർത്തിയ ആരോപണങ്ങൾ ഒന്നും പീലാത്തോസ് വിശ്വസിച്ചില്ല എന്ന് നാം കാണും. അവൻ പറഞ്ഞത്, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്നത്ര. എന്നിട്ടും അവനെ കൊല്ലുവാൻ വിധിച്ചു. യോസഫിന്റെ കാര്യത്തിൽ പൊത്തിഫേറിന് ബോധ്യമുണ്ടായിരുന്നിരിക്കും അവൻ നിരപരാധിയാണെന്ന്. എന്നിട്ടും യോസഫിനെ അവൻ ശിക്ഷയ്ക്ക് വിധിച്ചു. 19 കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ഇഷ്ടം തോന്നി. യേശുവിന്റെ കാര്യത്തിലാണെങ്കിൽ റോമൻ ശതാധിപൻ പറഞ്ഞത് സത്യമായി ഇവൻ ദൈവപുത്രനായിരുന്നു എന്നത്രേ. 20 യോസഫിനെ കുറ്റവാളികളുടെ കൂട്ടത്തിൽ എണ്ണി. അവൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്ക് ഒരനുഗ്രഹമായിരുന്നു. അതേസമയം അപ്പക്കാരുടെ പ്രമാണിക്ക് അവൻ ന്യായവിധി നടത്തി. ക്രിസ്തുവിനെ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിച്ചു. ഒരാൾ ശിക്ഷിക്കപ്പെട്ടു, മറ്റേയാൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇനിയും ചില സാമ്യങ്ങൾ കൂടിയുണ്ട്. മുൻപോട്ട് പഠിക്കുമ്പോൾ ഞാൻ അതും പറയാം. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന അധ്യായത്തിൽ, അതായത് 40 അധ്യായത്തിൽ നാം കാണുവാൻ ആരംഭിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ഈ സമയത്ത് യോസഫ് കാരാഗ്രഹത്തിലായിരിക്കേണ്ടതിന്റെ ദൈവോദ്ദേശം എന്താകുന്നു എന്നതാണ്. 40 അധ്യായത്തിലെ ആദ്യത്തെ 3 വാക്യങ്ങൾ ആദ്യം ഞാൻ വായിക്കാം. അനന്തരം മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു. അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിൽ ആക്കി. ഇവിടെ നാം വായിക്കുന്നത് ഒരിക്കലും യാദൃച്ഛികമായിരുന്നില്ല എന്നോർക്കണം. ഇതെന്താണ് വെളിപ്പെടുത്തുന്നത്? മിസ്രൈമിലെ ഫറവോന്റെ നിയമബന്ധിതമല്ലാത്തതും സ്വേച്ഛാധിപത്യപരവുമായ സ്ഥാനം ഇത് വെളിപ്പെടുത്തുന്നു. അപ്പക്കാരന്റെ പ്രമാണി എന്തു കുറ്റമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ രാവിലത്തെ പ്രാതലിലുണ്ടാക്കിയ അപ്പമെല്ലാം കരിച്ചു കളഞ്ഞു കാണും. ഏതോ ചെറിയ കുറ്റത്തിന് ഫറവോൻ അവനെ പിടിച്ച് ജയിലിലടച്ചു. പാനപാത്രവാഹകൻ എന്തു കുറ്റമായിരിക്കും ചെയ്തത്? എനിക്കറിയില്ല, ഊഹിക്കാനേ കഴിയൂ. ചിലപ്പോൾ അവൻ ഒരു ഗ്ലാസ് വീഞ്ഞുമായി ഫറവോന്റെ അടുത്തേക്ക് വന്നപ്പോൾ കാല് തട്ടി ആ പേർഷ്യൻ പരവതാനിയിൽ മുഴുവൻ ആ വീഞ്ഞു തൂകിക്കാണും. എന്തോ എനിക്കറിയില്ല. ഫറവോന്റെ പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും എന്തുകൊണ്ട് ജയിലിലായി എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ അവരെ യോസഫ് ആയിരുന്നിടത്ത് തന്നെയാണ് അടച്ചിരുന്നത്. ഈ കാരാഗ്രഹത്തിൽ പോലും യോസഫ് വളരെ നല്ല ഒരു സ്ഥാനം വഹിച്ചിരുന്നു എന്ന് നാം കാണുന്നു. അവൻ എവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം അവന്റെ കഴിവ് അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത് എത്ര വാസ്തവമാണ്. സദൃശവാക്യങ്ങൾ 18:16 മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. യോസഫിന്റെ കാര്യത്തിൽ ഇത് വാസ്തവമായിരുന്നു എന്നുള്ളതിന് 2 പക്ഷമില്ല. വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടെ ദൈവം യോസഫിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 4 വാക്യത്തിൽ നാം കാണുന്നത്, അകമ്പടി നായകൻ അവരെ യോസഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്കും ശുശ്രൂഷ ചെയ്തു. അവർ കുറെ കാലം തടവിൽ കിടന്നു. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും വന്നവരുടെ ചുമതലയും യോസഫിനാണെന്ന് പറഞ്ഞാൽ ആ സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവർ ഫറവോന്റെ കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ മേൽനോട്ടം യോസഫിനായി. ഇവരുമായി ഏതായാലും യോസഫ് ശരിക്കും ഇടപഴകി.
കാരണം അവരെ നോക്കുന്ന ചുമതല യോസഫിനായിരുന്നല്ലോ. അവൻ നല്ലൊരു സുഹൃത്താണല്ലോ. അവർ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ അവരെ ശ്രദ്ധിക്കുന്ന ജോലിയിൽ അവൻ വിശ്വസ്തനായിരുന്നു. 5-6 വാക്യങ്ങളിൽ മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന 2 പേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. യോസഫ് ഒരു പ്രസാദാത്മകനായ വ്യക്തിയായിരുന്നു. ഓരോ ദൈവപൈതലും അങ്ങനെ വേണം കേട്ടോ. മ്ലാനമുഖനെ ആർക്കും വേണ്ട. എല്ലായ്പ്പോഴും പ്രസന്നവദനനായി ഉടൻ മറുപടി നൽകുവാൻ തയ്യാറായി നിൽക്കുന്ന പ്രകൃതക്കാരൻ. അവനിതാ ഒരു പ്രഭാതത്തിൽ ഫറവോന്റെ ഈ 2 ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധിച്ചപ്പോൾ അവർ വിഷാദമൂകരായി കാണുന്നു. ആകെ ഇരുണ്ട മുഖത്തോടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. എന്തിനാ അങ്ങനെ ഇരിക്കുന്നതെന്നറിയാമോ? അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറവീൻ എന്ന് പറഞ്ഞു. ഇവിടെ യോസഫ് സകല മഹത്വവും ദൈവത്തിന് നൽകുന്നത് ശ്രദ്ധിച്ചോ. കുറെ കൂടി കഴിയുമ്പോൾ വേറൊരു എബ്രായ യുവാവിനെയും ഇതേ അവസ്ഥയിൽ, അതായത് ഒരു വിദേശ രാജധാനിയിൽ സകല മഹത്വവും ദൈവത്തിന് നൽകുന്നവനായി നാം കാണുന്നതാണ്. അതെ, ദാനിയേൽ. ഇന്ന് ദൈവമക്കൾ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനായി നിങ്ങളും ഞാനും ചെയ്യുന്നതെന്തും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് വേണം ചെയ്യുവാൻ. നാം ചെയ്യുന്നതെല്ലാം കർത്താവിനായിട്ടാകുന്നു എന്നുള്ള ബോധത്തോടെ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ പറഞ്ഞ മനോഭാവം നമ്മിൽ ഉണ്ടാകും. ദൈവത്തിന് തന്നെ മഹത്വം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. ദൈവം താൻ ആഗ്രഹിക്കുന്നതിനൊപ്പം നമ്മിൽ പലരെയും അനുഗ്രഹിക്കുവാൻ സാധിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം നാം എന്തെങ്കിലും അത്ഭുതകരമായത് പ്രാപിച്ചു കഴിയുമ്പോൾ നാം ചിന്തിക്കും, അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിനെന്താ ദൈവത്തെ സ്തുതിക്കാനിരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നിട്ടുണ്ട്. കാര്യം സാധിക്കുന്നത് വരെ തലതല്ലിക്കരഞ്ഞ് പ്രാർത്ഥിക്കും. ലഭിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനയും കുറയും. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ലഭിച്ചതെന്നുള്ള ചിന്തയിൽ ജീവിതത്തിൽ നന്ദി കേടും. സുഹൃത്തെ, ഈ പ്രവണത ദൈവം അംഗീകരിക്കുകയില്ല. നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. യോസഫ് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അവൻ പറഞ്ഞത് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ എന്ന്. ഈ ഭാഗത്ത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച വേറൊരു കാര്യം എന്തെന്നാൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ യോസഫിന് മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലാണ്. വാസ്തവത്തിൽ യോസഫാണ് ആകെ കരഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല അവന് വക്കാലത്ത് പറയുവാൻ ആരുമില്ല. അവൻ എവിടാ കിടക്കുന്നതെന്ന് അവൻ്റെ അപ്പനോ അവനുള്ള മറ്റാർക്കുമോ അറിയില്ല. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത മനുഷ്യൻ. 28 വയസ്സുള്ള നല്ല യൗവനക്കാരൻ, ഒരു തെറ്റും ചെയ്യാതെ കഷ്ടത്തിനു പുറത്ത് കഷ്ടത അനുഭവിക്കേണ്ടി വന്നവൻ. 1-2 ദിവസമല്ല, 11 നീണ്ട വർഷങ്ങളായി അവനിത് അനുഭവിക്കുവാൻ തുടങ്ങിയിട്ട്. ഈ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ ലോകത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് ദൈവത്തെ പള്ളും പറഞ്ഞ് അങ്ങനെ ഒതുങ്ങിക്കൂടിയേനെയും. അതേസമയം യോസഫിനെ നോക്കിക്കേ, അവൻ തൻ്റെ ചുറ്റുപാടുകൾക്കതീതമായി ജീവിക്കുകയാണ്. എവിടെയായാലും അവൻ അവിടെ വിശ്വസ്തനായി തന്നെ ഇരിക്കുന്നു. മാത്രവുമല്ല, മറ്റുള്ളവരെ അവൻ സഹായിക്കുകയും ചെയ്യുന്നു. തന്നോട് കൂടെ ഉണ്ടായിരുന്ന ആ 2 പേരുടെ മുഖം വാടിയപ്പോൾ യോസഫ് അതറിഞ്ഞു. സുഹൃത്തെ, ഒരു ദൈവപൈതലിൻ്റെ അവസ്ഥയാണ് വാസ്തവത്തിൽ നാം ഇവിടെ കാണുന്നത്. തൻ്റെ കഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെ വലുതായി കണ്ട് അവരെ സഹായിക്കുവാൻ തയ്യാറാകുന്നു. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസ് ചെയ്തതും ഇതുതന്നെയാണല്ലോ. ദൈവത്തിലുള്ള ആശ്രയം ഒന്നും മാത്രമേ അതിന് നമ്മെ സഹായിക്കൂ. യോസഫിനെ പോലെ നമുക്കും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും തങ്ങളുടെ സ്വപ്നങ്ങൾ യോസഫിനെ അറിയിക്കുകയും യോസഫ് അവരുടെ സ്വപ്നങ്ങളുടെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിക്ക് ലഭിച്ച വ്യാഖ്യാനം വളരെ ഉത്തേജജനകവും വളരെ പ്രതീക്ഷാനിർഭരവുമായിരുന്നു. അപ്പക്കാരുടെ പ്രമാണിക്ക് ലഭിച്ചത് നിരാശാജനകമായിരുന്നു. പഴയ നിയമകാലങ്ങളിൽ ദൈവം സ്വപ്നങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വളരെ
രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഈ വിധത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നാം കാണുന്നില്ല. അതിന് കാരണവുമുണ്ട്. അതായത് ഇന്ന് ദൈവവചനം നമുക്ക് പൂർണ്ണമായി ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ദൈവഹിതം അറിയുവാൻ നമുക്ക് സ്വപ്നങ്ങൾ ആവശ്യമില്ല. എന്നാൽ പഴയ നിയമകാലങ്ങളിൽ ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചു. അന്ന് ദൈവം അവർക്ക് അർത്ഥവത്തായ പ്രതീകങ്ങളും ഉപയോഗിക്കുകയുണ്ടായി. വീഞ്ഞ് പകരുന്നതിനെക്കുറിച്ചൊരു പാനപാത്രവാഹകൻ മനസ്സിലാക്കും. അതത്രേ അവൻ ഫറവോന്റെ അടുത്ത് ചെയ്തിരുന്നത്. യോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുകയും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി 3 ദിവസത്തിനുള്ളിൽ പഴയ ജോലിയിൽ തിരികെ പ്രവേശിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. 14 വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. ഇത് കേട്ടിട്ട് സങ്കടം തോന്നുന്നില്ലേ? യോസഫ് പറയുന്നത്, 3 ദിവസത്തിനുള്ളിൽ നീ ഇവിടെ നിന്ന് വെളിയിലാകും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ദ്രവിച്ച് തീരുകയുള്ളൂ. ഞാൻ നിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചല്ലോ, എന്നെ മറക്കരുതേ. തുടർന്ന് യോസഫ് തന്റെ പശ്ചാത്തലം അല്പം ഈ പറഞ്ഞ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറയുകയാണ്. 15 വാക്യത്തിൽ, എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടു പോന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞാൻ കരുതുന്നത് യോസഫിന് വേണ്ടി ഫറവോനോട് പറയാം എന്ന് പാനപാത്രവാഹകന്മാരുടെ പ്രമാണി വാക്ക് പറഞ്ഞിട്ടായിരിക്കും പോയത്. തുടർന്ന് അപ്പക്കാരുടെ പ്രമാണി തന്റെ സ്വപ്നം അറിയിക്കുന്നതും യോസഫ് അതിനുള്ള വ്യാഖ്യാനം അറിയിക്കുന്നതും അത്രേ നാം കാണുന്നത്. അയാൾക്ക് ലഭിച്ച വാർത്ത നിരാശാജനകമായിരുന്നു. ഏതായാലും സംഗതി അങ്ങനെ തന്നെ നടന്നു. ഇനിയും 20 വാക്യം നോക്കിക്കാട്ട്. 3-ാം നാളിൽ ഫറവോന്റെ തിരുനാളിൽ അവൻ തന്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. തന്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു. ഇനിയും 21 മുതൽ ഈ അധ്യായത്തിന്റെ ഒടുവിൽ വരെ ഞാൻ വായിക്കാൻ പോകുകയാണ്. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവന്റെ സ്ഥാനത്താക്കി. അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു. യോസഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. പാവം യോസഫ്. ഇപ്പോൾ ഇതൊരു ആശയറ്റ വിഷമാവസ്ഥയായിത്തീരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഇതാ അവനിപ്പോൾ ഒരു അടിമ മാത്രമല്ല, പിന്നെയോ വ്യാജമായി കുറ്റം ചുമത്തപ്പെട്ടവനുമായിരിക്കുന്നു. നിങ്ങൾ ആ പാവം ചെറുപ്പക്കാരന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്യദേശത്ത് ആരോരുമില്ല. തന്റെ പിതാവിനോ തനിക്കുള്ളവർക്കോ താൻ എവിടെയാണെന്ന് പോലും അറിയില്ല. അവന്റെ പക്ഷം പറയുവാൻ ആരുമില്ല. അവന് വക്കാലത്ത് അന്ന് ആരുമുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ പ്രയോജനമില്ല. കാരണം അവനെ അവിടെ ആക്കിയിരിക്കുന്നത് അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ കുറ്റം ചുമത്തപ്പെട്ടതുകൊണ്ടാണ്. ഏതോ വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാൾക്കെന്നതുപോലെ തന്നെ ആ ജയിലിന്റെ അഴികൾ യോസഫിനും യാഥാർത്ഥ്യമായിരുന്നു. ആരെയെങ്കിലും കൊന്നിട്ട് വന്നവനും ഒരു തെറ്റും ചെയ്യാതിരുന്ന യോസഫിനും ആ ജയിൽ ഒരുപോലെയായിരുന്നു. ഒരേ ഭക്ഷണം, ഒരേ താമസ സൗകര്യം. ആ പാപം ഇതാ ഇവിടെ. അവനെ മറക്കുക എന്നത് പൊത്തിഫേറിന്റെ ഉദ്ദേശമായിരുന്നു. തന്റെ സ്വന്തം ഭവനത്തിലെ അപകീർത്തി മൂടിവെക്കുവാൻ പൊത്തിഫേർ സ്വീകരിച്ച മാർഗം അതായിരുന്നു. പൊത്തിഫേറിന്റെ മൂടിവെക്കലിന് വില കൊടുക്കേണ്ടി വന്നത് യോസഫാണ്. യോസഫിനാകെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ആശ എന്തായിരുന്നാൽ ആ പാനപാത്രവാഹകരുടെ പ്രമാണി അവനെ ഓർക്കുമെന്നതും ഫറവോനോട് തന്റെ കാര്യം പറയുമെന്നതും മാത്രമായിരുന്നു. എന്നാൽ ആ പാനപാത്രവാഹകരുടെ പ്രമാണി തന്റെ സ്ഥാനത്ത് എത്തിയപ്പോൾ പാവം യോസഫിനെ മുഴുവനായി മറന്നുകളഞ്ഞു. ഇനിയും വേറൊരാളുടെ ശുപാർശയും കൊണ്ട് ചെന്ന് തന്റെ സ്ഥാനം കൂടെ കളയണ്ട എന്ന് ചിന്തിച്ചു കാണും. അല്ല, അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്ന് തോന്നിക്കാണും. ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ളത് അവനങ്ങനെ പറയാതിരുന്നത് നന്നായി എന്നതാണ്.
ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി യോസഫിനെ അവിടെ തന്നെ തുടരുവാൻ ദൈവം ആഗ്രഹിച്ചു എന്നതാണ് സത്യം. എന്നെയും നിങ്ങളെയും പലപ്പോഴും ദൈവം അപ്രകാരമാക്കി തീർക്കാറുണ്ട് സുഹൃത്തെ. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ അങ്ങനെയൊരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാകും. അഥവാ ആ പാനപാത്രവാഹകരുടെ പ്രമാണി ഫറവോനോട് ചെന്ന് ഇപ്രകാരം പറഞ്ഞെന്നിരിക്കട്ടെ: യജമാനനെ, രാജാവേ, എന്റെ കൂട്ടത്തിൽ ജയിലിൽ ഒരു തടവുകാരൻ കിടപ്പുണ്ടായിരുന്നു. അവനൊരു പാവം മനുഷ്യനാണ്. അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊക്കെ വലിയ സഹായമായിരുന്നു. വ്യാജമായി കുറ്റം ചുമത്തി അവനെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഞാനൊരു സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം എനിക്കവൻ വ്യാഖ്യാനിച്ചു തന്നു. അവനൊരു നല്ല വിശ്വസ്തനായ മനുഷ്യനാണ്. ആ നല്ല മനുഷ്യനെ സ്വതന്ത്രനാക്കി വിട്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇത് കേട്ട ഫറവോൻ യോസഫിനെ സ്വതന്ത്രനാക്കി വിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? അതെ, ഫറവോൻ സ്വപ്നം കണ്ടപ്പോൾ അത് വിവരിച്ചു കൊടുക്കുവാൻ തക്ക ഒരാളെ പാനപാത്രവാഹകൻ പറഞ്ഞുകൊടുക്കും, യോസഫ്. പക്ഷേ യോസഫ് സ്വതന്ത്രനായി കനാൻ ദേശത്ത് തന്റെ വീട്ടിൽ പോയി. എവിടെ ചെന്ന് തപ്പാൻ? അന്യദേശത്ത്. ഈ പറയുന്നതായ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലെത്തുവാൻ ഏതാണ്ട് 250 മുതൽ 300 മൈൽ വരെ ദൂരമുണ്ട്. അതും അന്യ രാജ്യമാണ്. അവിടെ പോയി ആരെയും തപ്പില്ല. യോസഫിനെ എത്രയും അടുത്ത് തന്നെ സൂക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനെയാണ് ദൈവാധീനം എന്ന് വിളിക്കുന്നത്. അവനെ സൂക്ഷിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ പറഞ്ഞ ജയിൽ. ഫറവോന് ആവശ്യമുള്ളപ്പോൾ കണ്ടുപിടിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥലം. ഇത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ധൈര്യം കെടുത്തുന്ന സംഭവ വികാസങ്ങളുടെ മധ്യത്തിൽ പോലും ദൈവം തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് യോസഫ് വിശ്വസിച്ചു. അവിടെ വിശ്വാസത്തിന്റെ വ്യക്തമായ ഫലങ്ങളും കാണുവാനുണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളോടും യോസഫ് വിശ്വസ്തനായിരുന്നു. അവൻ പൊത്തിഫറിനോട് വിശ്വസ്തനായിരുന്നു. കാരാഗൃഹത്തിൽ അതിന്റെ പ്രമാണിയോട് അവൻ വിശ്വസ്തനായിരുന്നു. തന്റെ കൂടെ കിടന്നിരുന്നതായ മറ്റ് കുറ്റവാളികളോട് അവൻ വിശ്വസ്തനായിരുന്നു. അവൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് അവൻ എല്ലായ്പ്പോഴും മഹത്വം കൊടുത്തിരുന്നു എന്ന് നാം കാണുന്നു. മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണുവാൻ പോകുന്നത് അവൻ ഫറവോനോടും തന്റെ സ്വന്തം സഹോദരങ്ങളോടും വിശ്വസ്തനായിരുന്നു എന്നത്രേ. യോസഫിന്റെ വിശ്വാസമായിരുന്നു അവനെ വിശ്വസ്തനാക്കിയതെന്നുള്ളത് മറക്കരുത് സുഹൃത്തെ. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളൊരു യഥാർത്ഥ ദൈവ പൈതലാകുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കും എന്നത്രേ. നാം ജീവിക്കുന്ന ഈ കാലത്ത് സംഭവിക്കുന്ന വളരെയധികം ദുഃഖകരമായ ഒരു കാര്യം എന്തെന്നാൽ വളരെ ചുരുക്കം വിശ്വാസികളെ മാത്രമേ ഒരാൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കൂ എന്നതാണ്. ഇതോർക്കുമ്പോൾ വാസ്തവത്തിൽ വേദനയാണ്. ഉപാധികൾ പറഞ്ഞ് പലപ്പോഴും നാം രക്ഷപ്പെടുവാൻ ശ്രമിക്കാറില്ലേ? വാസ്തവത്തിൽ നിങ്ങൾ എല്ലാവരോടും വിശ്വസ്തനാണോ? നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമയത്തിൽ നിങ്ങൾ വിശ്വസ്തനാണോ? നിങ്ങളുടെ സ്വത്ത് വിനിയോഗിക്കുന്നതിൽ നിങ്ങൾ വിശ്വസ്തനാണോ? വിശ്വസ്തരായവർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശ്വസ്തരായ ഒരു ചെറിയ കൂട്ടത്തെ എപ്പോഴും കാണുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെന്നെന്നും എന്റെ ഹൃദയത്തിന് പ്രോത്സാഹജനകമാണ്. യോസഫ് അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു. അവന്റെ വിശ്വാസമാണ് അവനെ വിശ്വസ്തനാക്കിയത്. മാത്രവുമല്ല, തന്റെ ജീവിതത്തിലെ സകല പരീക്ഷകളിലും പരിശോധനകളിലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകുവാൻ യോസഫിനെ സഹായിച്ചത് അവന്റെ വിശ്വാസം മാത്രമായിരുന്നു. ആ ജയിലിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പാനപാത്രവാഹകനോടും അപ്പക്കാരനോടും എത്രമാത്രം ദയയായിരുന്നു യോസഫിനുണ്ടായിരുന്നത് എന്ന് ശ്രദ്ധിക്കണം. മുൻപോട്ട് പഠിക്കുമ്പോൾ തന്റെ സഹോദരന്മാരോട് യോസഫിനുണ്ടായിരുന്ന സഹതാപം നാം കാണുന്നതാണ്. യോസഫിന്റെ വിശ്വാസം അവനിൽ ചെയ്ത വേറൊരു കാര്യം എന്തെന്നാൽ അതവനെ സൗമ്യതയുള്ള ഒരു വ്യക്തിയാക്കി തീർത്തു. തന്റെ സകല നേട്ടങ്ങൾക്കും യോസഫ് ദൈവത്തിന് മഹത്വം കൊടുത്തു. എത്ര മഹാനായ ഒരു വ്യക്തിയായിരുന്നു യോസഫില്ലേ? ഇതിന്റെ എല്ലാം കാരണം എന്തായിരുന്നു? അതെ, അവൻ ദൈവത്തെ വിശ്വസിച്ചു. തന്റെ പിതാവായ അബ്രഹാം വിശ്വസിച്ചതുപോലെ യോസഫും ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വിശ്വാസം പുറപ്പെടുവിച്ച ഫലമായിരുന്നു ഈ പറഞ്ഞതൊക്കെ.
ഇവിടെ ഇതാ യോസഫ് കാരാഗ്രഹത്തിൽ തള്ളപ്പെട്ടവനായി കഴിയുന്നു. എന്നാൽ സുഹൃത്തെ, ഒരാൾ അവനെ മറന്നിട്ടില്ല. അതെ, സർവശക്തനായ ദൈവം അവനെ മറന്നിട്ടില്ല. ദൈവം യോസഫിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ദൈവം നമ്മെ മറക്കുന്നില്ല എന്നത് എത്ര വലിയ പ്രോത്സാഹനമാകുന്നു. ഇന്നത്തെ ചിന്തകൾ നിങ്ങൾക്ക് ഉത്തേജനകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സ് മടുപ്പിക്കുന്ന ചിന്തകളിൽ നിന്നും മാറി ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ മുൻപോട്ട് പോയാട്ടെ സുഹൃത്തെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആയിരിക്കുന്ന ഈ ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ല. പലപ്പോഴും ഞങ്ങളെ സഹായിക്കുമെന്ന് ചിന്തിച്ച പലരും ഞങ്ങളെ മറക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ തന്നിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ആ വലിയ ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഓർത്ത് സ്തോത്രം. കർത്താവെ, ഇന്ന് അവിടുത്തെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും നിന്നെ നനച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ചതായ, ഇത് പഠിച്ചതായ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള നിരാശയിലോ ഭാരത്തിലോ ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവകൃപ കൂടുതലായി അനുഭവിപ്പാൻ ഇന്ന് സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങളെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.